ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിച്ചു. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ കൂടി ചേർന്നുകൊണ്ട്. ആനന്ദ, ചരിത്ര പ്രസിദ്ധമായ പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, എന്തായാലും ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ 9ാമത്തെ ദിവസമാണിന്ന്. ഓരോ ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരുപക്ഷെ ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞാൽ കൂടി അതിശയോക്തി ഇല്ലാത്ത തരത്തിലേക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരുന്നത്. എന്തായാലും ഇന്ന് ശ്രീലങ്കത്തിൽ നിന്ന് ഭഗവാൻ ക്ഷേത്ര മതിലിന് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദിനമാണ്. ഭഗവാൻ പുറത്തേക്ക് വരുമ്പോൾ പുറത്തുള്ള എല്ലാ മൃഗങ്ങളും അത്തരത്തിൽ വേട്ടക്കാരൻ ഇല്ലാത്തടത്തേക്ക് ഓടി ഒളിക്കാൻ നോക്കുകയും തുടർന്ന് ഭഗവാൻ അവിടേക്ക് എത്തിക്കൊണ്ട് വളരെ കൗതുകകരമായിട്ടുള്ള ആചാരങ്ങളാണ്, വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന ആചാരങ്ങളാണ് ഈ പള്ളിവേട്ട. എന്തായാലും പള്ളിവേട്ട ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പുതിയടത്ത് വിശാലടി മാനുഷങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 തവണ അല്പസമയം മുമ്പാണ് വിളിച്ചു ചോദിക്കുന്നത്. ഇതെല്ലാം ഇതിന്റെ ഒരു ആചാരമാണ്. ഇതികേട്ട ഉടനെ തന്നെ ഇത്തരത്തിൽ പന്നിയുടെയും പക്ഷിമൃഗാദികളുടെയും വേഷം കിട്ടിയ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടി കയറിയിരുന്നു. പിറകെ ആനപ്പുറത്ത് ഭഗവാനും കൂടും. 9 ഓട്ടപ്രദർശനത്തിനൊടുവിൽ ഇത്തരത്തിൽ പന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്നുവെന്ന ആ ഒരു സങ്കല്പത്തിൽ ഇത്തരത്തിൽ പന്നിവേഷം കിട്ടിയ ഒരാളെ കൊടിമരത്തിന് മുന്നിൽ കണ്ടിൽ കെട്ടും. അയാളെ കണ്ടോടുകൂടി തന്നെ അവിടെ നിന്ന് പ്രദക്ഷിണമായി കൊണ്ടുപോകും. തുടർന്ന് അത്താഴ പൂജ കഴിഞ്ഞ് ഈ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം അത്താഴ പൂജ കഴിഞ്ഞ് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വേട്ടയാടി ക്ഷീണിച്ച് ഭഗവാനെ പഞ്ചലോക വിഗ്രഹത്തിൽ ആവാഹിച്ച് പുറത്തെടുത്ത് നമസ്കാര മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ മറച്ചു കെട്ടി വെള്ളിക്കട്ടിൽ പട്ടു വിരിച്ച് തലയണയും വെച്ച് തയ്യാറാക്കി കയ്യിൽ തന്ത്രി ഭഗവാനെ ഉറക്കാൻ കിട്ടും. അപ്പോഴേക്കും സമയം ഏതാണ്ട് 1 മണിയാകും. പിന്നെ തികഞ്ഞ നിശബ്ദതയാണ്. എന്തായാലും വളരെ കൗതുകരമായ ഒപ്പം തന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ്. പള്ളിവേട്ട ഇനിയും ഏതാണ്ട് 1 മണിക്കൂറോടുള്ളൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആനന്ദ സൂചിപ്പിച്ചതുപോലെ ചരിത്ര പ്രസിദ്ധമായ പള്ളിവേട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ പള്ളിവേട്ടയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ.